ഇപ്പോൾ ഈ കേരളത്തിലുള്ള നിലവിലുള്ള ഗ്യാസ് ഇഷ്യൂ കാരണം പല റെസ്റ്റോറൻറ്റ്സും ക്ലോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്ലോസ് ചെയ്യുന്ന ഓണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ മെനുവിൽ എന്താണോ കസ്റ്റമർ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്, അത് ഒരു ഐറ്റം ആയിക്കോട്ടെ, അത് ഒന്നിൽ കൂടുതൽ ഐറ്റം ആയിക്കോട്ടെ, അത് സ്റ്റാഫിൻ്റെ എണ്ണം പരമാവധി കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കൂ, അത് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റ്സിൽ നിൽക്കുന്ന ഈ ഗ്യാസിൻ്റെ ഇഷ്യൂ ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റ്സുകളും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം തന്നെയാണ്. പക്ഷേ പലരും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നേ ഉള്ളൂ മുമ്പോട്ട്. കാരണം ഇപ്പം നിലവിലൊരു സിസ്റ്റം അവർക്കുണ്ട്. ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, അതിൻ്റെ എക്സോസിറ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അത് പൊളിച്ച് അവിടെ ഈ വിറകിൻ്റെ സംവിധാനം അല്ലെങ്കിൽ വിറകിൻ്റെ റോക്കറ്റ് അടുപ്പ് കൊണ്ടുവയ്ക്കാനുള്ള സംവിധാനം വെക്കുന്നത് അവർക്ക് തീർത്തും അപ്രോഗ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം എന്ന് പറയുന്നത്, പിന്നെ ഗ്യാസ് അവൈലബിലിറ്റി വരുമ്പം വീണ്ടും ഇത് റീഫിറ്റ് ചെയ്യാൻ നടക്കണം. അതുകൊണ്ട് പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ സ്പേസിലേക്ക് മാറ്റി അവർ പ്രൊഡക്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ കിച്ചൻ്റെ ഏറ്റവും ബാക്ക് എൻഡിൽ പോയിട്ട് കിച്ചൺ ചെയ്യുക, അത് പ്രൊഡക്ഷൻ ചെയ്യുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലരും. ഒരു പരിധി വരെ ഷവർമ, ഷവായി ഇത് ചെയ്യുന്നവർക്ക് ഗ്യാസ് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഷവർമ നമുക്ക് എന്തുകൊണ്ട് വിറകിൽ ചെയ്തുകൂടാന്ന് ചോദിക്കാം. വിറകിൽ ചെയ്യുന്ന ഷവർമകളുണ്ട്, പക്ഷേ പലരും അത് ചൂസ് ചെയ്യാറില്ല. കാരണം കാർബൺ ആണെന്നാണ് പലരും പറയുന്നത് അതിനകത്ത്. അതുകൊണ്ട് തന്നെ ഗ്യാസ് നമുക്ക് അനിവാര്യമാണ്. അത് പ്രശ്നം പരിഹരിക്കുന്ന ഈ പറഞ്ഞ ബിരിയാണി, മന്തി ഇവർക്കെല്ലാവർക്കും മുമ്പോട്ട് പോകാൻ സാധിക്കുമായിരിക്കും ഒരു പക്ഷേ ബാക്കിയുള്ളവർ കണ്ടെത്തി തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. കാരണം അടച്ചിടുന്നിടത്ത് നിന്ന് നിങ്ങൾക്ക് എന്തായാലും പ്രോഫിറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. അത് മറിച്ച് നിങ്ങൾ 2-3 പ്രോഡക്റ്റ് നിങ്ങൾ സെയിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും.